വെൽക്കം ടു സുഷി സെൽവി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു മഴയുടെ സീസണിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. 24/7 നാട്ടിലിപ്പം മഴയാണ്. മഴയുടെ സീസണിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അലർജി. ജലദോഷം, തുമ്മൽ, പനി, ബോഡി പെയിന്. അത് മാത്രമല്ല, ഇപ്പോൾ നാട്ടിൽ കൊറോണ കൂടി സ്പ്രെഡ് ആവുന്നുണ്ട്. കൊറോണ വേരിയൻ്റ് ആണെങ്കിൽ പോലും എല്ലാവരും കെയർ ചെയ്യണം കേട്ടോ. റഷുള്ള ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴോ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോഴോ മാസ്ക് ഉപയോഗിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കാനും മറക്കരുത്. അപ്പോൾ ഒത്തിരി അലർജിയുള്ള ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് 24/7 ജലദോഷമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഈ നെല്ലിക്ക ലേഹ്യം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ലേഹ്യമാണ്. നെല്ലിക്ക ലേഹ്യം ഞാൻ എടുക്കാൻ തുടങ്ങി ഒരു 4-5 ദിവസമായിട്ട് സർപ്രൈസിംഗ്ലി വളരെ അതിശയമാണ്. എനിക്ക് ജലദോഷം വന്നിട്ടില്ല. ഇത് നമുക്ക് അലർജിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഡൈജഷനുമൊക്കെ ഒരുപാട് ഹെൽത്തിയാണ്. നെല്ലിക്ക മുറബ ഞാൻ ആംല ജാഗറി മുറബ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശർക്കരയാണ് ഞാൻ നെല്ലിക്ക മുറബയിൽ യൂസ് ചെയ്തത് പഞ്ചസാരയ്ക്ക് പകരം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നെല്ലിക്ക മുറബ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കണ്ടിട്ടില്ലാത്തവർ വീഡിയോ മറക്കാതെ പോയി കാണുക. അപ്പം മാർക്കറ്റിൽ നിന്ന് നെല്ലിക്ക ലേഹ്യമൊക്കെ വാങ്ങി നമ്മൾക്കിനി പൈസ കളയേണ്ട കാര്യമില്ല. വളരെ ചിലവ് കുറച്ച് വളരെ ടേസ്റ്റിയായി വളരെ ഹെൽത്തിയായി നെല്ലിക്ക ലേഹ്യം വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അലർജികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായി ഈ ഒരു ക്ലൈമറ്റിൽ കഴിക്കേണ്ട നെല്ലിക്ക ലേഹ്യമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്ലീസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നെല്ലിക്ക നമ്മളുടെ സൗന്ദര്യവർദ്ധനത്തിനായിട്ടും സ്കിന്നിനും ഹെയറിനും ഐസിനും നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ് നെല്ലിക്ക. ഓറഞ്ചും മറ്റ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സുകളിൽ നിന്നൊക്കെ 10 മടങ്ങ് വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും കുറച്ചേറെ നെല്ലിക്ക എടുക്കാൻ ശ്രമിക്കുക. 1 കിലോ നെല്ലിക്കയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് 1/2 കിലോ നെല്ലിക്കയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മഴ സീസൺ ആയതുകൊണ്ട് ഈ നെല്ലിക്കയിലൊക്കെ കുറച്ച് കുത്തും അതും ഇതുമൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അഴുക്കുണ്ടെങ്കിൽ ചെത്തിക്കളയുക, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് നല്ലതുപോലെ ഒരു 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. നമുക്ക് സ്റ്റീം ചെയ്ത് വേണേലും വേവിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചും വേവിക്കാം. സ്റ്റീം ചെയ്യുമ്പം നമുക്കിത് വേവാൻ ഏറെ സമയമെടുക്കും. ഇതൊന്നും ഒരുവിധം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതായത് അങ്ങ് അളിഞ്ഞു പോകണ്ട, ഒരു 80% 75% ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിവിടെ വേണ്ടത് ശർക്കര. ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ നെല്ലിക്കയല്ലേ, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നറിയില്ല, എന്തായാലും ശർക്കര പാനി കാച്ചി അരിച്ച് അതിലോട്ട് നമുക്ക് ഒഴിക്കാനാണ്. ഇതും ഒന്ന് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ളത്, കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. കുറച്ച് ചുക്ക് ഞാൻ ഒരു 3-4 പീസ് ചെറിയ പീസുകൾ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് പൊടിച്ചെടുക്കണം. ചുക്ക് വേണം, ഒരു 4-5 പീസ് അല്ലെങ്കിൽ ഒരു വലിയ പീസ് ചുക്ക് എടുത്താലും മതി. ചുക്കാണ് ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ടും ഇതിൽ ഇടേണ്ടത്. ചുക്കിട്ട് ഇത് ചെയ്യാം. കാരണം നമ്മൾക്ക് ജലദോഷത്തിനും എല്ലാത്തിനും നമ്മുടെ അലർജിക്ക് മൊത്തം ചുക്കാണല്ലോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇടുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവ് ഒക്കെ തോന്നുമെന്നുണ്ടെങ്കിൽ ഇടണ്ട. പക്ഷെ കുരുമുളക് നമ്മൾക്ക് എപ്പോഴും ഈ കഫമൊക്കെ വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ. ഞാനൊരു ശകലമേ എടുത്തുള്ളൂ, ഭയങ്കര എരിവുള്ള കുരുമുളകാണ്. പിന്നെ 1 ടീസ്പൂണോളം നമ്മളുടെ പെരിഞ്ജീരകം, വലിയ ജീരകം. 1 ടീസ്പൂൺ നമ്മളുടെ ചെറിയ ജീരകം, നല്ല ജീരകം. ഒരു 5-6 പീസ് ഏലക്ക. ഒരു ചെറിയ 2 പീസ് പട്ട, കറുവപ്പട്ട. ഒരു 6-7 പീസ് ഗ്രാമ്പൂ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് നല്ല പൗഡറാക്കി എടുക്കണം.
പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരല്പം ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മൾക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന ചെമനപ്രാശിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല പ്യുവർ നെല്ലിക്ക ലേഹ്യം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നെല്ലിക്ക വേവിക്കാനായിട്ട് വെച്ചു. നമുക്കിത് സ്റ്റീം ചെയ്ത് വേണേലും എടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് കുറേയേറെ സമയം എടുക്കും. ഇതൊന്ന് വെന്ത് കിട്ടണമേ. അപ്പം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണ്ടേ നെല്ലിക്ക. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാനിത് ഇങ്ങനെ ഇട്ടു, വെള്ളത്തിലിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. അതിന് കുഴപ്പമില്ല. 2 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടേ നമ്മളിത് വേവിക്കാൻ വെക്കാവൂ. കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന നെല്ലിക്ക ആകുമ്പോൾ അഴുക്കൊക്കെ കാണും, തറയിലൊക്കെ വീണതാവുമ്പോൾ. പിന്നെ ശർക്കര കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ശർക്കര പാനിയാക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഐറ്റംസ് ഇത് നമ്മളൊന്ന് വറുത്തെടുക്കണം. തണുത്ത് കഴിഞ്ഞ് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുത്തു. ഞാൻ ഒരുപാട് വേവിച്ചില്ല കേട്ടോ, ഒരുവിധം 75%. അങ്ങ് ഒത്തിരി അളിയിച്ച് വേവിച്ചെടുക്കരുത്. ഒരു 75% വേവിച്ചാൽ മതി. ബാക്കി ശർക്കരയിൽ കിടന്ന് വെന്തോളുമല്ലോ. ഇത് കംപ്ലീറ്റ് ഒന്ന് പൊളിച്ചെടുക്കുക. ഇതിനകത്തെ കുരു കളഞ്ഞെടുക്കുക. ഓക്കെ. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചത്. ഇടയ്ക്ക് ചെറിയ കുഞ്ഞ് തരിയോ പീസോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ശർക്കരയിൽ കിടന്നങ്ങ് വെന്തോളും. വഴട്ടും. നമ്മൾ നല്ലപോലെ വഴട്ടിയെടുക്കാൻ പോവല്ലേ. അങ്ങ് ഒരുപാട് വെള്ളമായി പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാടങ്ങ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരയ്ക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ അരച്ച് കിട്ടും, ഒത്തിരി വെള്ളത്തോടെ. ഇപ്പം നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ആ നെല്ലിക്ക അരച്ചെടുത്തത്. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലതുപോലെ ചൂടായി. അതിലോട്ട് നമ്മൾ ഈ കാച്ചി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ക്യാമറയിലോട്ടൊക്കെ അതിൻ്റെ വീഴുന്നുണ്ട്. ഫുൾ വേണമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ്. ഒരു അല്പം മധുരം നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നെല്ലിക്ക അരച്ചത് ആഡ് ചെയ്യാം. ശർക്കരപ്പാനി തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ദേഹത്തോട്ട് തെറിക്കല്ലേ. മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മധുരം നമുക്ക് ആവശ്യം അനുസരണം ചേർക്കാം. മധുരം കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. ഒരുപാട് മധുരമൊന്നും കഴിക്കാൻ വയ്യാത്തവരാണെങ്കിൽ അപ്പം കുറച്ച് മധുരം ചേർത്താലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല മധുരം ചേർത്ത് ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മുടെ കരിപ്പട്ടി, അതായത് നമ്മളുടെ പനം കരിപ്പട്ടി ഇല്ലേ, അത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും കേട്ടോ. നമ്മളടുത്ത് കരിപ്പട്ടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർത്തത്. തിളയ്ക്കും. അപ്പം നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ദേഹത്തോട്ടെങ്കിലും തെറിക്കാതെ ദൂരെ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ. ഫ്രണ്ട്സ്, ഈ നെല്ലിക്കയ്ക്ക് ഒരു ചെറിയ കയ്യർപ്പും ഒരു ചെറിയ പുളിപ്പും കൂടെയുള്ള ഒരു ടേസ്റ്റാണല്ലോ വരുന്നത്. ഈ ശർക്കര ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു ഉപ്പ് ഒന്ന് വിതറി കൊടുക്കണം. ഒരു ശകല ഉപ്പ് കേട്ടോ, ഒത്തിരി ഉപ്പ് ഇടരുത്. ഒരു നുള്ളു ഉപ്പ് ഇതിലൊന്ന് മിക്സ് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ആ കയ്യർപ്പും ആ ഒരു പുളിപ്പും കൂടെ മാറിക്കിട്ടും. ഈ മധുരത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാനും പറ്റും. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശകല ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിലെ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട്. ശർക്കര കംപ്ലീറ്റ് വെള്ളം പറ്റി അതിൽ പിടിച്ച് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നെല്ലിക്ക നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്ക, ചുക്ക്, ജീരകം ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. ഇച്ചിരി ഏറെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എടുത്ത ഒരു അളവ് മതി. അപ്പോൾ 1 കിലോ നെല്ലിക്കയാണെന്നുണ്ടെങ്കിലും ഇത്രയും പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. ഇത് മിക്സ് ചെയ്യുക നല്ലതുപോലെ. അതിൻ്റെ കൂടെ നമുക്ക് ഇനി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഒരുപാടൊന്നും വേണ്ട, ഇത്രയും മതി. കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഒത്തിരി നെയ്യൊന്നും വേണ്ട കേട്ടോ, ഒത്തിരി നെയ്യാണ്. ഇനി ഇതിൻ്റെ ഈ മണമെല്ലാം ഒന്ന് പിടിച്ച് ഇത് ഒരല്പം കൂടി ഒന്ന് വഴണ്ട ചീനിച്ചട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാനിൽ നിന്ന് ഒക്കെ വിട്ട് വരുന്ന ഒരിത് വരും. അതുവരെ നമുക്ക് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഇതുവരെ മീഡിയം ഫ്ലെയിമിലായിരുന്നു, ഇപ്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴട്ടി കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. കരിക്കരുത്. അടിപൊളി നെല്ലിക്ക ലേഹ്യം റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാണ് ഈ നെല്ലിക്ക വഴട്ടിയത്. ആദ്യം കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടു, ഇപ്പം ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. ഇത് വഴണ്ട് കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. 1 മണിക്കൂർ കറക്റ്റ് ഇതുകൊണ്ട് ഇപ്പോഴും ഇത് നോക്കി. ഇനി കുറച്ച് നേരം ഈ നമ്മളെ ഉരുളിയിലിരുന്നിട്ട് ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവും. ഇത് നല്ലപോലെ വെന്തു. ഇത് നല്ലപോലെ നെയ്യെല്ലാം പിടിച്ച് നമ്മുടെ പാനിൽ നിന്നെല്ലാം വിട്ടു നല്ല ശരിക്കും ലേഹ്യമായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ആ ഒരു നമ്മൾ പൊടിച്ച് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ല് നമുക്ക് എടുത്തറിയാൻ പറ്റും. ഞാൻ ബാക്കി വെച്ചിരുന്ന ശർക്കര കൂടി അങ്ങ് ചേർത്തായിരുന്നു. ഇപ്പം കറക്റ്റ് മധുരമായി. വീട്ടിലുണ്ടാക്കി എടുത്ത ഒറിജിനൽ നെല്ലിക്ക ലേഹ്യം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇത് ഒരുപാട് ടേസ്റ്റിയും ഒരുപാട് ഹെൽത്തിയുമാണ്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾക്ക് ജാറുകളിലാക്കി വെക്കാം. ഇത് എത്ര കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു വലിയ ടീസ്പൂണാണ്, കുഞ്ഞു ടീസ്പൂണല്ല. ഇപ്പോൾ ഈ ഒരു ടീസ്പൂണിന് 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ, ഒത്തിരി നിറച്ചെടുക്കണ്ട. 1/2 സ്പൂണോ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഒക്കെ, ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോ ഒക്കെ ഡെയിലി ഒരു നേരം കഴിച്ചാൽ മതി. അത് രാവിലെ മോർണിംഗിൽ എടുക്കുന്നതായിരിക്കും നല്ല. നമ്മുടെ ഇപ്പോഴുള്ള ഈ കാലാവസ്ഥയുടെയും ഈ അലർജിയുടെയും ഈ പ്രോബ്ലംസുകളെല്ലാം മാറ്റിത്തരാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ എന്നും മറക്കാതെ ഒരു ചെറിയ സ്പൂൺ നെല്ലിക്ക ലേഹ്യം കഴിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക. ഈ ഒരു പകർച്ചവ്യാധിയും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടുള്ള ഒരുപാട് അലർജീസും അസുഖങ്ങളും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ടും വീട്ടിലെല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ നമ്മളുടെ നെല്ലിക്ക ലേഹ്യം ബോട്ടിലിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല കളറൊക്കെയാണ്. ശരിക്കും നമ്മൾ ശവനപ്രാശൊക്കെ വാങ്ങി വെക്കുന്ന പോലെ ടിഷ്യൂ വല്ലതും ഉപയോഗിച്ച് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പും ബോട്ടിലുമൊക്കെ നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കണം. മോയ്സ്ചറോ വെള്ളമോ ഒന്നുമില്ലാതെ. എന്നിട്ട് വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ചേക്കാം, അഴുക്കാവാതെ കുറേ ദിവസം. നല്ല നിങ്ങൾക്ക് ഭയങ്കര ചൂട് കൂടുതലൊക്കെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം, ഒരു കുഴപ്പമില്ല.